പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർമ്മലീത്ത സഭയിലെ ഏറ്റവും വലിയ തിരുനാളുകളിൽ ഒന്നായ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാളാണ് ഇന്ന് ഒക്ടോബർ 15-ാം തീയതി. ഏറ്റവും ഭംഗിയുള്ള ഈ മഹാവിശുദ്ധയെക്കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കിട്ടിയത് ഡാനിയൽ അച്ഛൻ്റെ ഒരു പ്രസംഗത്തിൽ നിന്ന്. അച്ഛനൊരു സംഭവം പറയുന്നുണ്ട്. ഒരു ദിവസം ആശ്രമാധിപയായിരുന്ന അമ്മ ത്രേസ്യയുടെ മുറിയിൽ ഒരു കൊച്ചു കുഞ്ഞ് വന്ന് കളിക്കണം. അത് അത്രയ്ക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യമല്ല. കാരണം വിശാലമായ മതിൽക്കെട്ട്, ഉയരം കൂടിയ മതിലുകൾ, അതിനകത്തേക്ക് ഈ ആശ്രമാധിപയുടെ അനുവാദമില്ലാതെ ഒരാൾക്ക് പോലും കടക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഇത് ഒരു കൊച്ചു കുഞ്ഞ് വന്നിട്ട് തൻ്റെ മുറിയിൽ വരെ കയറി സ്വാതന്ത്ര്യത്തോടുകൂടെ കളിച്ചുകൊണ്ടിരിക്കണേ. ഇത്തിരി ദേഷ്യത്തോടു കൂടെ അമ്മ ത്രേസ്യ ചോദിക്കുന്നുണ്ട്, എടാ നീ ആരാണ്? ആ കൊച്ച് അതേ ഒരു ദേഷ്യത്തോടുകൂടെ തിരിച്ച് ചോദിക്കുന്നത്, അത് ചോദിക്കാൻ നീ ആരാണ്? മദറിനായ ഒരു വല്ലായിക തോന്നുന്നുണ്ട് തന്നോട് തിരിച്ചു ചോദിക്കാനായിട്ട് ഈ കുഞ്ഞ്. എങ്കിലും അവരുത്തരം പറയുന്നുണ്ട്, ഞാൻ ഈശോയുടെ ത്രേസ്യ. അത് അഭിമാനത്തോടെ പറയണം. ആരുടെ മുന്നിലും എപ്പോഴും പറയാനായി, ഏതുറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചാലും പറയാനായി ഉണ്ടായിരുന്ന ഒറ്റക്കാര്യം അതായിരുന്നു, ഞാൻ ഈശോയുടെ ത്രേസ്യ. ആ കൊച്ച് ഒരു പുഞ്ചിരിയോടുകൂടെ തിരിച്ചു പറയുന്നുണ്ട്, ഞാൻ ത്രേസ്യയുടെ ഈശോ, ഞാൻ ത്രേസ്യയുടെ ഈശോ. ഒരു മനുഷ്യൻ്റെ ജീവിതം ഏറ്റവും ഭംഗിയുള്ളതാവാൻ, ഏറ്റവും അനുഗ്രഹപൂർണമാകാൻ ഇതിനപ്പുറത്ത് എന്താ വേണ്ടത്? ഞാൻ ഈശോയുടെ ത്രേസ്യയാണെന്ന് പറയുമ്പോൾ ഈശോ തിരിച്ചു പറയുന്നു, ഞാൻ ത്രേസ്യയുടെ ഈശോയാണെന്ന്. ഈ ഒരു ബലത്തിലായിരുന്നു തൻ്റെ ഇങ്ങനെ പതിയെ തകർന്നു തുടങ്ങിയിരുന്ന കർമ്മലീത്ത ആത്മീയ ചൈതന്യത്തെ വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാനോട് ചേർന്ന് നിന്ന് ഒരു 18-ാം നൂറ്റാണ്ടിലൊക്കെ ഇങ്ങനെ തിരികെ ആത്മീയതയിലേക്ക് തിരികെ എടുക്കുന്നത്. നമ്മൾ 91-ാമത്തെ സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ, അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. ഈ ഒരു വചനം, അല്ലെങ്കിൽ ഈ ഒരു 91-ാം സങ്കീർത്തനം അതുപോലെ തന്നെ ജീവിച്ച ഒരു വിശുദ്ധ. അല്ലെങ്കിൽ എങ്ങനെയാണ് സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പോലും പല പരിമിതികൾ ഉണ്ടായിരുന്ന ഒരു നൂറ്റാണ്ടിൽ ഇന്ന് പോലും പണിയാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ ആശ്രമങ്ങളും മഠങ്ങളും സ്കൂളുകളുമൊക്കെ ഒരു സ്ത്രീ തൻ്റെ ബലത്തിൽ പണിത് കൊണ്ടുപോയത്. അത് തൻ്റെ ബലമായിരുന്നില്ല, സ്വർഗത്തിൽ നിന്ന് കിട്ടിയ ശക്തിയായിരുന്നു. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പത്രോസ്ലീഹ നടന്നു പോകുമ്പോൾ ആളുടെ നിഴല് വീണാലെങ്കിലും രോഗികൾ സുഖപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിഴല് വീഴുന്നിടത്ത് രോഗികളെ കിടത്തുന്നു. ആ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. കർത്താവിൻ്റെ ഒരു വചനമുണ്ടല്ലോ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും, അതിനേക്കാൾ വലിയവയും ചെയ്യും. ഇവിടെ അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവിൽ ആശ്രയിക്കുന്ന, കർത്താവിൽ പരിപൂർണമായി വിശ്വസിച്ച, കർത്താവിൻ്റെ സ്വന്തമായി ജീവിക്കാനായി ഇങ്ങനെ ശപഥം ചെയ്ത ഒരാള് ഈ ലോകത്തിൻ്റെ സകല എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു മഹാവിശുദ്ധയുടെ തിരുനാളിൽ കർത്താവിൻ്റെ തിരുമുൻപിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. കർത്താവെ, നിൻ്റെ സ്വന്തമായിരിക്കാൻ, കർത്താവെ നീ എൻ്റെ സ്വന്തമായിരിക്കാൻ, കർത്താവെ നിന്നിൽ പരിപൂർണമായി ആശ്രയിക്കാൻ ഒരു വരം തരണേ എന്ന് പ്രാർത്ഥിക്കുക. ലൈഫ് പിന്നെ സ്വസ്ഥമാണെന്നേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും കാലം നിങ്ങൾ ചെയ്തെടുക്കാൻ നോക്കിയ ഏതെങ്കിലും ഒരു കാര്യം, അതിനു വേണ്ടിയിട്ട് നമ്മളെ അടുത്ത ടെൻഷൻ, നമ്മളെ ഏറ്റെടുത്ത പരിശ്രമം, നമ്മൾ ചെയ്തു കൂട്ടിയ ഒരുപാട് പ്രയത്നങ്ങൾ, അതിനുവേണ്ടി നമ്മൾ കടന്നുപോയ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പക്ഷെ ഒന്നും ശരിയായില്ല. ഒരു ലൈഫിൻ്റെ കുറച്ച് ഭാഗം ഇങ്ങനെ ടെൻസ്ഡായിട്ട് ജീവിച്ച് കഴിച്ചു കൂട്ടി മുന്നോട്ട് പോയി മരിച്ചവരെ പോലെ ജീവിച്ചു എന്നുള്ളതല്ലാതെ ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് ചെയ്യാൻ നോക്കിയത് നടന്നിട്ടില്ല. നേരെ മറിച്ച് അതേ കാര്യം കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് ഒന്ന് സ്വസ്ഥമായിരുന്നു നോക്കി.
തമ്പുരാനെ നോക്കിക്കൊള്ളണേ എന്നുള്ളൊരു ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് അതിന് വേണ്ടിയിട്ടൊന്ന് ഇറങ്ങി നോക്കിയേ. എന്ത് സുന്ദരമായിട്ടാണ് കാര്യങ്ങൾ നടക്കണേ, എന്ത് സ്മൂത്തായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അവിലയിലെ വിശുദ്ധ അമ്മ ത്രേസ്യ നമ്മളോട് പറയണ കാര്യം വേറൊന്നുമല്ല, കർത്താവിൽ ആശ്രയിക്കാൻ. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തമാണെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ദൈവത്തിൻ്റെതാ, ആൾ നടത്തിക്കോളും. അതല്ലെങ്കിൽ ആ ഒരു സ്വർഗത്തിൽ നിന്നുള്ള സഹായം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ ഈ അമ്മ ത്രേസ്യയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ തികച്ചും അൺറിയൽ ആകുമായിരുന്നു. ഉറപ്പുള്ള കാര്യമാണ്. ഒരിക്കലും സംഭവിക്കാനായിട്ട് ഇടയില്ലാത്തൊരു കാര്യം ഈ ഒരു കന്യാസ്ത്രീ വഴിയായിട്ട് ലോകത്തിൽ കർത്താവ് ചെയ്തത് അവളുടെ കൂടെ നിന്നിട്ടായിരുന്നു. കർമ്മലിത്ത സഭ ഇങ്ങനെ ആയിരിക്കുന്നതിൻ്റെ കാരണം തന്നെ അതാണ്. എന്തൊരു വലിയ അത്ഭുതമാണ് ഒരു സാധാരണ കന്യാസ്ത്രീയിലൂടെ സ്വർഗം പ്രവർത്തിച്ചതെന്ന് നോക്കാം. ദ ഡോക്ടർ ഓഫ് ദ ചേർച്ച് എന്നൊക്കെ അറിയപ്പെടാവുന്ന വിധത്തിൽ ജ്ഞാനം കൊണ്ടും എന്നാൽ ആ ജ്ഞാനത്തിൻ്റെ ഒപ്പം തന്നെയുള്ള വിനയം കൊണ്ടും അത്ഭുതം നടത്തിയ ഒരു വിശുദ്ധ. ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് എതിർപ്പ് പറയുന്നതിൻ്റെ കാര്യം അതാണല്ലോ. നിങ്ങളുടെ കയ്യിൽ ജ്ഞാനമുണ്ട്, നിങ്ങൾ അത് വെച്ച് മനുഷ്യരെ പീഡിപ്പിക്കുകയാണ്, നിങ്ങളൊന്നും ചെയ്യുന്നുമില്ല. അതിന് നേരെ വിപരീതമാണ് ഈ വിശുദ്ധയുടെ ജീവിതം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാൻ ഈശോയുടേതാണെന്ന് ആരുടെ മുൻപിലും വിളിച്ചു പറയുന്ന വിധത്തിൽ ഒരു തെളിച്ചം എനിക്ക് തരണമേ. ഞാൻ മറ്റാരുടെയല്ല, ഞാൻ എൻ്റെ ഈശോയുടേതാണെന്ന് ഉറപ്പിച്ച് ജീവിക്കാൻ പറ്റട്ടെ ഞങ്ങൾക്ക്. കർത്താവെ, അതോടുകൂടെ ഞങ്ങളുടെ ഭാരം അലിഞ്ഞില്ലാതാവുന്നതും സ്വർഗത്തിൻ്റെ ശക്തി ഞങ്ങളിൽ നിറയുന്നതും ക്രിസ്തു ഉള്ളിൽ നിറഞ്ഞവൻ്റെ ബലത്തോടുകൂടെ ജീവിക്കാൻ പറ്റുന്നതൊക്കെ കൊതിയോടുകൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ, ഞാൻ നിന്റേതാണെന്ന് പറയത്തക്ക വിധത്തിൽ നിന്നോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ തരണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹത്തിനായി നമുക്ക് പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രാത്രി കിടക്കുന്നതിന് മുൻപ് കർത്താവിന് വിശ്വാസം വരുന്ന വിധത്തിൽ ഉള്ളു നിറഞ്ഞ ആത്മാർത്ഥതയോടുകൂടെ തമ്പുരാനോട് എൻ്റെ പേര് വെച്ചിട്ട് പറയണം, ഞാൻ ഈശോയുടെ ജോംസൺ. ഓരോരുത്തരുടെയും പേര് ഒന്ന് കൂട്ടിച്ചേർക്കുക. ഞാൻ ഈശോയുടെ പോളെന്നോ, ഞാൻ ഈശോയുടെ ആൻ്റണി എന്നോ, ഞാൻ ഈശോയുടെ മേരി എന്നോ, എന്തു ആയിക്കോട്ടെ, ഒന്ന് പറഞ്ഞു നോക്ക്. പറഞ്ഞതിൻ്റെ അവസാനത്തിൽ തമ്പുരാൻ നമ്മളോട് തിരിച്ചു പറയണം, ഞാൻ ജോംസൻ്റെ ഈശോ. അങ്ങനെയൊരു ആത്മീയ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടായിരിക്കട്ടെ ഇന്ന് നമ്മൾ ഉറക്കത്തിലേക്ക് വീഴുന്നത്. തമ്പുരാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.